പുതിയ ഭാവം, പുതിയ രീതി, പുതിയ ശൈലി. നമ്മുടെ റോമിയോസ് ഒഫീഷ്യലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ എൻ്റെ ചാനലിൽ വരുന്ന അതുപോലെ തന്നെ പല ഫ്രണ്ട്സും എന്നോട് പറയുന്നുണ്ട്, നമ്മുടെ എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിലെ സ്റ്റോറി എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന്. അപ്പം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് ഫോണിൻ്റെ കുറച്ച് ഇഷ്യൂസ്, അതുപോലെ തന്നെ ക്യാമറ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പം വീഡിയോസ്, അതായത് ഷോർട്ട് വീഡിയോസ് തന്നെ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പിന്നെ റോമിയോസിൻ്റെ കഥ എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ റോമിയോസ് എന്ന ചാനൽ ഉണ്ടായി എന്നുള്ള കഥ. സത്യം പറഞ്ഞാൽ അതൊരു മോട്ടിവേഷണലും സക്സസ്ഫുൾ സ്റ്റോറിയുമാണ്. അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലാണ്. എനിക്ക് തന്നെ എന്നെക്കുറിച്ചൊരു വാല്യൂ തോന്നിയ നിമിഷമാണ് ആ ഒരു ചാനൽ. കഥ ആണ് എല്ലാവർക്കും കേൾക്കാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അച്ചു വ്ളോഗ്സ് ചാനൽ അറിയാമല്ലോ, ഇപ്പം ബ്ലോഗ് റൈറ്റർ എന്ന ചാനലാക്കി മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ മോട്ടിവേഷൻ, പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ, അത് നിങ്ങൾക്കറിയാം, ഗപ്പി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് തുടങ്ങിയത് ഫസ്റ്റ്. അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, വീഡിയോ ക്യാമറ പെർഫെക്റ്റ് അല്ല, പിന്നെ വീഡിയോ അത്ര സ്റ്റെബിലിറ്റി ഇല്ല, വീഡിയോയ്ക്ക് സ്റ്റെബിലിറ്റി ഇല്ല, പിന്നെ ക്ലിയർ ഇല്ല, അതുപോലെ തന്നെ സൗണ്ട് ഇല്ല, അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്ത് എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ ചാനൽ നമ്മളെ ഗപ്പി ഫാമിങ്ങിൽ നിന്ന് മാറി, അതായത് 2020 ടൈമിലാണ് നമ്മൾ ആ ഒരു ചാനൽ തുടങ്ങുന്നത്. ആ ഒരു ചാനലിൽ റീച്ച് അത്യാവശ്യം ഒരു റീച്ച് കയറി വന്ന ടൈമിലാണ് എൻ്റെ ഒരു ഗപ്പി മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തത്. അതായത് പട്ടികളുടെ ഒരു കടിയേക്കുന്നതിനെക്കുറിച്ച്, അതായത് ആ ഒരു വീഡിയോയ്ക്ക് വന്നൊരു ബാൻ കാരണമാണ് എൻ്റെ ചാനൽ സ്റ്റക്കാവാൻ കാരണം. അതായത് ആ റീച്ചിൽ, അതായത് നല്ല റീച്ചിൽ വന്ന ചാനലാണ്. ഏകദേശം 380 സബ്സ്ക്രൈബറുള്ള ചാനലായിരുന്നു അത് ആ സമയത്ത്. അതായത് നല്ല രീതിയിൽ ഞാൻ വീഡിയോ ചെയ്ത് വരുന്ന സമയമായിരുന്നു. വീഡിയോ ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെ സ്ട്രൈക്ക് വന്നതിൻ്റെ കാരണമാണ് ആ ഒരു ചാനലിൽ എനിക്ക് പ്രശ്നം വന്നത്. ഒരുപാട് പ്രശ്നം വന്നു ആ ചാനലിൽ. എനിക്ക് പിന്നെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് വൺ മന്തോളം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ലൈവ് വരാൻ പറ്റത്തില്ലായിരുന്നു. സംഭവം ഞാൻ പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യമില്ലായിരുന്നു. അതായത് ആ തുടങ്ങിയ സമയത്ത് തന്നെ ഇട്ട ഒരു വീഡിയോയ്ക്ക് കിട്ടിയൊരു അടിയാണ് എനിക്കൊരു പണി കിട്ടിയത്. പിന്നെ എന്നാലും ഞാൻ അതിന് മാറിയൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അത് റീച്ചൊന്നും വലുതായിട്ട് കയറിയില്ല. അതായത് കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനമാണ് യൂട്യൂബിൽ അൽഗോരിതം. മെയിനായിട്ട് യൂട്യൂബിൽ നമുക്ക് കോൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അതിനകത്തൊരു കാര്യമില്ല. അപ്പം ആ കോൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു. അതായത് നമ്മൾ വീഡിയോ ഇട്ടിട്ടും റീച്ച് കയറുന്നില്ല. ചില ഷോർട്സ് വീഡിയോയ്ക്കൊക്കെ 1K മേളിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാനുള്ള ഒരു കേപ്പബിളായിട്ട് ആ ചാനൽ വന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു ഐഡിയയാണ്, അതായത് 2 വർഷത്തോളം ഞാൻ അത് കൊണ്ടു നടന്നു. 2022 വരെ കൊണ്ടു നടന്നു. 2022 ലാസ്റ്റ്, അതായത് നമ്മുടെ ഡിസംബറൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങണമെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. 23 സമയത്താണ്, 23 ആ ടൈമിലാണ്, 22 ഡിസംബറിലോ നവംബറിലോ കൊണ്ടാണ് ഞാൻ ആ ഒരു ചാനലിൻ്റെ പ്ലാനിങ് തുടങ്ങുന്നത്. നമ്മുടെ ഈ ചാനലിൻ്റെ റോമിയോസ് ഒഫീഷ്യൽ. അപ്പം ഈ ചാനൽ നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അത് മെയിൻ ചാനലും ഇത് സബ് ചാനലുമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അപ്പം ഇതിനകത്ത് വന്ന ടൈമിൽ എനിക്ക് കണ്ടൻ്റൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ എന്തുവാ ചെയ്തത്, ഞാൻ അതിനകത്ത് ഹ്യൂമാനിറ്റി കണ്ടൻറ്റ്, എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഈ മൃഗങ്ങളെ പരിപാലിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയൊരു ഫാമിലി. എല്ലാവരും ഇപ്പം നമ്മുടെ പല ചാനലുകളും നോക്കിയാൽ ഇപ്പം വാട്ട 8ൻ്റെ ഡേ, അതുപോലെ തന്നെ പല ക്രിയേഷൻ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാനലിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ടും എല്ലാം നമ്മുടെ ചാനലിൽ വേണമെന്നുള്ള രീതിയിൽ ഒരു ചാനൽ തുടങ്ങാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു എൻ്റെ പ്ലാനിങ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഞാൻ സക്സസ് ആയത് ആ പ്ലാനിങ്ങിൽ. ആ ഒരു പ്ലാനിങ് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു ഇത് ക്രിയേറ്റ് ആയാൽ വലിയ കാര്യമുണ്ടോ എന്നുള്ളത്.
അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന്, ഞാൻ സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ എവിടെയെങ്കിലും പോയി നിന്നാൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കുകയാണ്, അവിടെ പട്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ള സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ഒരു ബിസ്ക്കറ്റോ എന്ത് കഴിച്ചാലും അത് അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്ന് കഴിക്കുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം ആ ഒരു സ്വഭാവം ഞാനൊരു വീഡിയോ ആക്കി എടുത്തു. ആ വീഡിയോ ആക്കി എടുത്തപ്പോൾ കിട്ടിയ റീച്ചിൻ്റെ ഇതാണ് ഇന്നത്തെ റോമിയോസ് ഒഫീഷ്യൽ. അതായത് അന്ന് ഞാൻ കോളേജിൽ ചെയ്ത MG കോളേജിൽ വെച്ച് ഞാൻ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്തതിൽ വെച്ച് തുടങ്ങിയ റീച്ചാണ് ഇന്ന് റോമിയോസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനൽ. മനസ്സിലായോ? അപ്പോൾ അന്ന് ഞാനൊരു പട്ടിക്ക് ചോറ് കൊടുക്കുന്ന ഇത് എൻ്റെ ഫ്രണ്ടായ ശ്രീരാഗ് എടുത്ത ഫോണിൽ എടുത്ത വീഡിയോയിലൂടെ വന്ന എഡിറ്റിങ്ങിലൂടെ വന്ന റീച്ചാണ്. ആ വീഡിയോയ്ക്ക് ഏകദേശം 36,000 വ്യൂസ് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാത്രം എനിക്ക് 11,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അതിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഞാൻ ഒരു ഫിലിമിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് എഡിറ്റ് ചെയ്തു ഞാൻ പോസ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ ചാർലി എന്ന് പറഞ്ഞ മൂവിയിലൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് ജസ്റ്റ് എഡിറ്റ് ചെയ്തു, അനിമേഷനൊക്കെ ഇട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോയിലൂടെ ഏകദേശം അത് 3 മില്യണിൽ പരം ആളുകൾ കാണുകയും അതിൽ നിന്നും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ലഭിച്ചു. എനിക്കപ്പം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത്. കുറച്ച് നാളെ ആദ്യം നമ്മളെ പുച്ഛിച്ച് പറഞ്ഞ പോലെ ആദ്യം നമ്മളെ പുച്ഛിക്കും, പിന്നീട് അവർ പരിഹസിക്കും, അവസാനമായിരിക്കും നിൻ്റെ വിജയം എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് സംഭവം. അതായത് റോമിയോസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. ആ ഒരു ചാനലിൽ ബാൻ വന്നിട്ടില്ലായെങ്കിൽ ആ ചാനൽ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ആ ചാനൽ കൊണ്ടുപോയിരുന്നെങ്കിൽ മാക്സിമം പോയാൽ 2-3K സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ ഡെയിലി 1K+ വ്യൂസ് ഉള്ള ഒരു ചാനൽ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് 20,000 സബ്സ്ക്രൈബർ, എനിക്ക് സ്വന്തമായിട്ടൊരു ബേസ്, അതായത് സ്വന്തം വ്യൂവേഴ്സ് ആയി. അതായത് വേറൊരു എനിക്കൊരു ചാനൽ ഇപ്പം 350 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഇപ്പോൾ അതിനകത്ത് നിന്ന് വ്യൂസ് വരുന്ന 1K ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കൊണ്ടുവരാത്ത എനിക്ക് വൻ പരാജയമാണ്. അപ്പം 36,000 വ്യൂസിൽ നിന്ന് ഞാൻ 10,000 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്നെങ്കിൽ അതെൻ്റെ പ്ലസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പം ആ ഒരു ചാനൽ തുടങ്ങാൻ ഈ ഒരു കാരണമാണ്. അതായത് ഫെയിലുവറിൽ നിന്ന് തുടങ്ങി, അതായത് എനിക്ക് തോൽവി ഘട്ടമെന്ന് പറഞ്ഞ് എത്തിയ ടൈമിലാണ് ആ ഒരു ചാനൽ വരുന്നത്. ആ ഒരു ചാനലിൽ നിന്ന് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന 20K സബ്സ്ക്രൈബേഴ്സ്. സത്യം പറഞ്ഞാൽ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. കാരണം എനിക്ക് ഒരു എഡിറ്റിങ്ങും ഒരു വീഡിയോസും എടുക്കാൻ പോലും അറിഞ്ഞൂടാത്ത ഒരാളായിരുന്നു ഞാൻ. അതായത് ആ രീതിയിൽ നിന്ന് ഈ രീതിയിൽ ഇന്ന് എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് മാത്രമാണ്. കാരണം ഫെയിലുവർ എനിക്ക് മനസ്സിലായതുകൊണ്ട്, അതായത് എന്താണോ അപാകതകൾ ആ അപാകതകൾ പരിഹരിച്ച് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നു. അതിൻ്റെ ഫലമാണ് റോമിയോസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനൽ. മനസ്സിലായോ? അല്ല വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നോ നാളേക്കുള്ളിൽ വരും. അപ്പോൾ ഗുഡ് ബൈ, സൈനിങ് ഓഫ്, ടാറ്റ.